ജനുവരി 26 രാജ്യം 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ കനത്ത സുരക്ഷാ ഭീഷണിയിലാണ് തലസ്ഥാന നഗരി. ദില്ലി ലക്ഷ്യമിട്ട് വൻ ഭീകരാക്രമണത്തിന് ഭീകര സംഘടനകൾ പദ്ധതിയിടുന്നതായി ഇന്റലിജൻസ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നു. കേവലം ഒരു മുന്നറിയിപ്പല്ല ഇത്. ഖാലിസ്ഥാനി ഭീകരരും ബംഗ്ലാദേശ് ആസ്ഥാനമായിട്ടുള്ള തീവ്രവാദ ഗ്രൂപ്പുകളും കൈകോർക്കുന്ന ഒരു വലിയ ഗൂഢാലോചനയെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഖാലിസ്ഥാനി തീവ്രവാദികളും വിദേശത്തു നിന്ന് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളും രാജ്യത്തെ സുരക്ഷ തകർക്കാൻ പ്രാദേശിക ഗുണ്ടാ സംഘങ്ങളെ കാലാൾപ്പടയായി ഉപയോഗിക്കുന്നു എന്നതാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യം. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ക്രിമിനൽ ശൃംഖലകൾ വഴി സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും എത്തിക്കാൻ ഇവർ ലക്ഷ്യമിടുന്നു. റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന കർത്തവ്യ പഥും ഡൽഹിയിലെ ചരിത്ര സ്മാരകങ്ങളും ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളാണ് ഇവരുടെ ലക്ഷ്യം. വിദേശത്തുള്ള തങ്ങളുടെ ഹാൻഡലർമാരുടെ നിർദ്ദേശപ്രകാരം രാജ്യത്തെ ആഭ്യന്തര സമാധാനം തകർക്കാൻ ഈ ഗുണ്ടാ സംഘങ്ങൾ ഖാലിസ്ഥാനി ഗ്രൂപ്പുകളുമായി സജീവമായ ബന്ധം പുലർത്തുന്നതായി ANI റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഭീഷണി മുന്നിൽ കണ്ട് ദില്ലി പോലീസ് അതീവ ജാഗ്രതയിലാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി വടക്കൻ ദില്ലിയിലെ പ്രധാന മാർക്കറ്റുകളിലും മെട്രോ സ്റ്റേഷനുകളിലും മോക്ക് ഡ്രില്ലുകൾ സജീവമായി നടക്കുന്നുണ്ട്. ചെങ്കോട്ട, ISBT, കാശ്മീരി ഗേറ്റ്, ചാന്ദിനി ചൗക്ക്, സദർ ബസാർ തുടങ്ങിയ തിരക്കേറിയ കേന്ദ്രങ്ങളിൽ സുരക്ഷാ ഏജൻസികൾ കനത്ത നിരീക്ഷണം ഏർപ്പെടുത്തി. പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗത്തിന്റെയും സംയുക്ത പരിശോധനകൾ രാത്രിയും പകലും തുടരുകയാണ്. ജനങ്ങൾക്കിടയിൽ ജാഗ്രത വർദ്ധിപ്പിക്കുന്നതിനും അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിനുമാണ് ഈ മോക്ക് ഡ്രില്ലുകൾ പ്രാധാന്യം നൽകുന്നത്. ഭീകര ഭീഷണി നിലനിൽക്കുമ്പോഴും രാജ്യത്തിന്റെ കരുത്ത് വിളിച്ചോതുന്ന ആഘോഷങ്ങൾക്കായി കർത്തവ്യപഥ് ഒരുങ്ങിക്കഴിഞ്ഞു. ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ 30-ലധികം ടാബ്ലോകളാണ് അണിനിരക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രം, വന്ദേ മാതരം, അഭിവൃദ്ധിയുടെ മന്ത്രം, ആത്മനിർഭർ ഭാരത് എന്നീ ആശയങ്ങളാണ് പരേഡിന്റെ മുഖ്യ പ്രമേയങ്ങൾ. വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും ആധുനിക നേട്ടങ്ങളും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.